അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ജീവിതത്തിൽ സാമ്പത്തിക സൂക്ഷ്മത ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. ഇന്ന് എത്രയോ ആളുകൾ സാമ്പത്തികപരമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ചിലർ സാമ്പത്തിക പ്രയാസങ്ങൾ ചോദിച്ചു വാങ്ങിയതാണോ എന്ന് സംശയിക്കത്തക്ക രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സാമ്പത്തികമായി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നമ്മുടെ ചിലവും വരവും എപ്പോഴും ശ്രദ്ധിക്കണം എന്നർത്ഥം. വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്നവരാണ് ഇന്ന് പല ആളുകളും. ആഡംബരങ്ങൾക്ക് വേണ്ടി, പ്രൗഢിക്ക് വേണ്ടി, മറ്റാരുടെയോ പ്രേരണകൾക്ക് വേണ്ടിയൊക്കെ സാമ്പത്തികപരമായി വളരെയധികം ചിലവഴിക്കും, ആഡംബരങ്ങൾ കാണിക്കും. ഇതുകൊണ്ട് അവസാനം പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. മറ്റാരുടെയോ പ്രേരണയാൽ ലോൺ എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ എന്ത് സാധനം വാങ്ങിയാലും നിങ്ങൾ വാങ്ങിക്കോളൂ, അല്പം പണം തന്നാൽ മതി, പിന്നീട് ഘട്ടം ഘട്ടമായി തന്നാൽ മതി എന്ന ഒരു ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം വ്യാപകമാവുകയാണ്. പല സ്ഥലങ്ങളിലും പല പേരുകളിലാണെന്നർത്ഥം. ഇതൊക്കെ പലരെയും പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. കടം കിട്ടുമെന്നും കരുതി വാങ്ങിക്കൂട്ടുന്നു, അവസാനം കടം വീട്ടാൻ പ്രയാസപ്പെടുന്നു. ക്രെഡിറ്റ് കാർഡുകൾ വാങ്ങി ജയിലിലായവരും പ്രയാസപ്പെട്ടവരും നിരവധിയുണ്ട്. എല്ലാം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ പ്രയാസങ്ങൾ ഇല്ല എന്നർത്ഥം. അനാവശ്യമായി ലോൺ എടുത്ത് ബാങ്ക് ജപ്തി നേരിടുന്നവര്, ജയിലിലായവര്, കേസായവര് എത്ര എണ്ണമുണ്ട്. ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് സ്വയം ചിന്തിക്കുന്നത് നന്നായിരിക്കും. എവിടുന്നും കടം കിട്ടുമ്പോൾ വാങ്ങിക്കൂട്ടുന്നവനല്ല സാമ്പത്തിക സൂക്ഷ്മതയുള്ളവൻ. അവന്റെ വരുമാനം എത്രയുണ്ടോ അതിന്റെ പകുതിക്കനുസരിച്ചായിരിക്കണം ചിലവഴിക്കേണ്ടത്. എത്ര സമ്പത്തുണ്ടെങ്കിൽ പോലും ചിലവഴിക്കുമ്പോൾ മിതത്വം പാലിക്കണം. കടലിൽ നിന്ന് അല്ല പുഴയിൽ നിന്നാണ് ഭൂമിയെടുക്കുന്നതെങ്കിൽ പോലും 3-ലധികം തവണ കഴുകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. വെള്ളമില്ലാത്തത് കൊണ്ടാണോ പുഴയിൽ? അല്ല, മറിച്ചെന്റെ അമിതമായ ഉപയോഗം എത്രയുണ്ടെങ്കിലും പാടില്ല എന്ന് പഠിപ്പിക്കൽ കൂടി അതിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സമ്പത്ത് അത് ജീവിതത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹം കൂടിയാണ് ഈ സമ്പത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സമ്പത്തിന്റെ വരവും സമ്പത്തിന്റെ ചെലവും സൂക്ഷ്മമായിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. എങ്ങനെയും സമ്പത്ത് വാരിക്കൂട്ടുക എന്നുള്ളത് നല്ലതല്ല. അത് ഭൗതിക ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നത് പോലെ നമ്മുടെ പാരത്രിക ജീവിതത്തിന് അത് തടസ്സമാകും എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ വരവും ചെലവും, സമ്പത്ത് ഉണ്ടാക്കുന്നതും ചിലവഴിക്കുന്നതും അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം. അതിൽ സൂക്ഷ്മത വേണം എന്നാണ് ഇതിനർത്ഥം. അവിഹിതമായി ഒന്നും സമ്പാദിക്കാൻ പാടില്ല. അവിഹിത മാർഗത്തിലൂടെ വലതും സമ്പാദിക്കുകയോ ചതിയും വഞ്ചനയും ഇവിടെയൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെട്ടുകൊള്ളണം എന്നില്ല. വഞ്ചനയും ചതിയും പലിശയുമെല്ലാം ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളാണ്. അതിലൊന്നൊരിക്കലും ഒരു വിശ്വാസി പെട്ടു പോകാൻ പാടില്ല എന്നതാണ് ഇത്തരുണത്തിൽ നമുക്ക് പറയാനുള്ളത്. സമ്പത്ത് നമ്മുടെ കയ്യിലുള്ള ഒരു സൂക്ഷിപ്പ് സ്വത്താണ്. ആ സൂക്ഷിപ്പ് സ്വത്ത് വളരെ സൂക്ഷ്മമായി ചിലവഴിക്കണം എന്നതാണ്. അത് ചിലവഴിക്കുമ്പോൾ ഏത് വഴിയിലാണ് നമ്മൾ ചിലവഴിക്കുന്നത് എന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. മറ്റാരെങ്കിലും പറയുന്നതനുസരിച്ച്
അത് ചിലവഴിക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ നിത്യാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമ്പത്ത് ചിലവഴിക്കേണ്ടി വരും. ഭക്ഷണം, അതേപോലെ ചികിത്സ, താമസം, വിദ്യാഭ്യാസം, ഇങ്ങനെ പലതായ കാര്യങ്ങൾക്ക് നമ്മൾ സമ്പത്ത് ചിലവഴിക്കേണ്ടതാണ്. അതൊക്കെ ചിലവഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം എന്നർത്ഥം. നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളുണ്ടാവും. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, സഹോദരന്മാർ, ഇങ്ങനെ പലതായ ആളുകൾ നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടാകും. അതോടൊപ്പം നമ്മൾ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഷോപ്പോ അല്ലെങ്കിൽ മറ്റു വല്ലതൊക്കെ സംരംഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ചിലവഴിക്കുന്ന സമ്പത്തുകൾ, അതിൽ നിക്ഷേപിക്കുന്ന സമ്പത്തുകൾ ഒക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചിലവഴിക്കണം. നമ്മളുടെ നിക്ഷേപം തകർന്നു പോയാൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങൾ മാത്രമല്ല അതുകൊണ്ട് സാമ്പത്തിക പ്രാരാബ്ധത്തിൽ പെടുക. ആ സംരംഭവുമായി സഹകരിച്ചവർ, ആ സംരംഭത്തിൽ ജോലി ചെയ്യുന്നവർ, ആ സംരംഭവുമായി മറ്റു ബന്ധപ്പെട്ട പല നിലക്ക് ആളുകൾ ഉണ്ടാകും. അവരൊക്കെ ഒരുപക്ഷെ നമ്മൾ കാരണം സാമ്പത്തിക പ്രയാസത്തിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം നമ്മൾ സൂക്ഷിക്കണം എന്നർത്ഥം. അതേപോലെ തന്നെയാണ് സകാത്ത്. അതൊരു ഐച്ഛിക ദാനധർമ്മമാണ്. നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് സകാത്ത് എന്നുള്ളത്. ഈ സകാത്ത് നമ്മൾ അർഹരിലേക്ക് നൽകണം. അത് നൽകുമ്പോൾ നമ്മുടെ സമ്പത്ത് ശുദ്ധമാകുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. സമ്പത്ത് കൊണ്ട് ധൂർത്തിനെ ഒരിക്കലും പാടില്ല. ധൂർത്തിനെ ഇസ്ലാം വളരെ എതിർത്ത ഒരു കാര്യമാണ്. ഒരു നിലക്കും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് ഇത്തരണത്തിൽ നമ്മൾ മനസ്സിലാക്കണം. സമ്പത്ത് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണം. ഇസ്ലാം വളരെ നിർബന്ധമായി പഠിപ്പിച്ച രീതിയാണ് അത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും ശുദ്ധി ഇസ്ലാം പ്രത്യേകം ലക്ഷ്യമാക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. സാമ്പത്തികമായ കടപ്പാടുകൾ അതിൽ എന്ത് ചെയ്യണം? കൃത്യത പാലിക്കുകയും വേണം. മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളതും നമുക്ക് കിട്ടാനുള്ളതിലുമൊക്കെ കൃത്യത പാലിക്കണം. ഒരു നിലക്കും ചതിയും വഞ്ചനയും പാടില്ല എന്ന് വീണ്ടും എൻ്റെ സഹോദരന്മാരോട് ഉണർത്തുന്നു. സമ്പത്ത് ഉണ്ട് എന്ന് കരുതി പലപ്പോഴും സമാധാനം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സമ്പത്തില്ലാത്തവർക്കാണ് പലപ്പോഴും സമാധാനം ഉണ്ടാവുക. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവന് എപ്പോഴും അവൻ ആ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള ചിന്തയും ആലോചനയുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിയാൽ പോലും കൃത്യമായി ഉറക്കമുണ്ടായിക്കൊള്ളണം എന്നില്ല, സമാധാനം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന സമ്പത്ത് നമുക്ക് ഉണ്ടായത് കൊണ്ട് എന്ത് നേട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുക. ഹലാലായ മാർഗത്തിലൂടെ മാത്രം സമ്പാദിക്കുക, ഹലാലായ രൂപത്തിൽ മാത്രം ചിലവഴിക്കുക. ഹറാമായ കാര്യത്തിലേക്ക് നമ്മൾ ഒരിക്കലും പണം ചിലവഴിക്കരുത്. ധൂർത്ത് അത് അപകടമാണ്. നമ്മൾക്കുടെ വരുമാനത്തിനനുസരിച്ചുള്ള ചിലവായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.